ദൈവനാമത്തിന് മഹത്വവും ദൈവജനത്തിന് സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന അഭിവന്യ ഫ്രാൻസിസ് തിരുമേനി, വേദിരുപേക്ഷരായിട്ടുള്ള ഉമ്മൻചോർ തിരുമേനി, നമ്മെ ആശീർവദിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന തോമസ് സാമുൽ തിരുമേനി, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സാമുൽ തിരുമേനിയുടെയും കൊച്ചമ്മയുടെയും വേർപാട് ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ, അവരെ ദുഃഖത്തിൽ പങ്കെടുക്കുന്ന ദൈവജനമേ, ഈ ഒരു അവസരത്തിൽ പുനരുത്ഥാനം ചെയ്ത് ജീവിക്കുന്ന വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സമയം വൈകിയിരിക്കുന്നുണ്ട്, അനേക കാര്യങ്ങൾ പറയുവാൻ എനിക്കുണ്ട്, എങ്കിലും ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ അഭിവന്യ തിരുമേനിയുടെ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ നാം 3 കാര്യങ്ങളാണ് പ്രകടമാക്കുന്നത്. ഒന്ന്, നമ്മുടെ സ്നേഹം. അഭിവന്യ തിരുമേനിയോടും കൊച്ചമ്മയോടും ഉള്ള നമ്മുടെ സ്നേഹം നാം പ്രകടമാക്കുന്ന സന്ദർഭമാണ്. തിരുമേനിയിലൂടെയും കൊച്ചമ്മയിലൂടെയും നമുക്ക് ലഭിച്ച എല്ലാ സ്നേഹത്തിനായും കരുതലിനായി നാം ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും കുടുംബമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അഭിവന്യ തിരുമേനിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ കാണുന്നത് താനൊരു സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, അന്ന് എൻ്റെ പിതാവ് പ്രവർത്തിച്ച ഇരുമാപ്രമറ്റം സഭയിൽ ഒരു ഞായറാഴ്ച പ്രസംഗിക്കാൻ വരുന്നതാണ്. തലേ ദിവസം അദ്ദേഹം ഭവനത്തിൽ കടന്നു വന്നു. അന്ന് ഞാൻ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ ചെറിയ കാര്യമാണെങ്കിലും അതിൻ്റെ ജീവിതത്തിൽ പിന്നീട് അത് ഒത്തിരി സ്വാധീനിച്ചു. അതിലൊന്ന്, തൻ്റെ ആ ബാഗിനകത്ത് ഒരു ചീപ്പ് താൻ കരുതിയിരുന്നു. അപ്പോൾ എത്രമാത്രം കരുതലോടുകൂടിയാണ് പോയത്. അന്ന് മുതൽ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരു മിഷണറി ആയിട്ടാണ്. ഞാൻ ചെറുപ്പം മുതലേ പറക്കാൽ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം പറക്കാലിലേക്ക് മിഷണറിയായി പോകുന്നതിൽ ഒരു ചെറിയ പങ്ക് എൻ്റെ പിതാവിനും വഹിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സത്യമാണ്. അദ്ദേഹം എലപ്പള്ളിയിൽ ഉപദേശിയായിരിക്കുമ്പോൾ, സഭയുടെ ഉപദേശിയായിരിക്കുമ്പോൾ, അഭിവന്യ തിരുമേനി അന്ന് സ്കൂളിലൊരു വിദ്യാർത്ഥിയാണ്. അന്ന് 4 കുട്ടികളെ പറക്കാൽ മിഷൻ സന്ധിപ്പിന് വേണ്ടി, അന്ന് പോഷംപല്ല എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആദ്യമായിട്ട് മധ്യകേരള മഹാടവ ഒരു മിഷൻ ഫീൽഡ് സന്ധിക്കുന്നത് എലപ്പള്ളിയാണ്. അവിടെ അല്ലെങ്കിൽ അതിനുള്ള പണം സമ്പാദിക്കാൻ വേണ്ടി പെരുന്നാൾ ദിവസങ്ങളിൽ താൻ തന്നെ എഴുതി ട്യൂൺ ചെയ്ത പാട്ട് ഈ 4 കുട്ടികളെ കൊണ്ട് പാടിച്ച് അതിന് മധ്യത്തിലൊരു തുണിയും പിടിച്ച് അതിൻ്റെ മധ്യത്തിൽ കൂടെ നടന്നാണ് കളക്ഷൻ എടുത്തിട്ടുണ്ട്. അന്നത്തെ ആ 4 പേരും പിന്നീട് ദൈവവേലയിലും ജീവിതത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ പേരുകൾ ഞാനിപ്പം പറയുന്നില്ല. അതിൽ മുൻപിൽ നിന്ന് അഭിവന്യ തിരുമേനിയായിരുന്നു. അതുകൊണ്ട് അന്നു മുതൽ വീട്ടിൽ അപ്പച്ചൻ പറയുമ്പോൾ ബേബി എന്ന പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അന്നു മുതൽ ഉള്ള ഒരു പരിചയമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പറക്കാലിൽ അതിൻ്റെ സെൻറ്റിനറിക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും മിസ് ചെയ്ത ഒരു കുടുംബമാണ് തിരുമേനിയുടെ കുടുംബം. ബാക്കി മിക്കവരും വന്നു. ജോസഫ് തിരുമേനിയും ഇല്ലായിരുന്നു. തോമസ് കെ ഉമ്മൻ തിരുമേനിക്കും വരുവാൻ സാധിച്ചില്ല. എന്നാൽ മറ്റ് സാബു തിരുമേനിയും ഞങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മറ്റുള്ളവർക്കെല്ലാം വരുവാൻ സാധിച്ചു. അഭിവന്യ തിരുമേനിക്ക് വളരെ വളരെ ഒരു ആഗ്രഹമായിരുന്നു പറക്കാലിൻ്റെ സെൻറ്ററിലേക്ക് പോകണമെന്ന്. അത് സാധ്യമായി തീർന്നില്ല. എന്നാൽ അതൊക്കെയും താൻ ഉയരങ്ങളിൽ നിന്ന് കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ അഭിവന്യ തോമസ് സാമുൽ തിരുമേനി പറഞ്ഞ അതിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാനന്ന് തിരുമേനിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് ഓർപ്പിക്കട്ടെ. കോൺട്രവേഴ്ഷ്യൽ അല്ല. അതിൽ ഒന്നാമതായിട്ട് തിരുമേനി പറയുണ്ടായി, ഒരു ബിഷപ്പിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഡിഫൻഡർ എന്നുള്ളതാണ്. തിരുമേനി ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അതെന്തെന്നാൽ ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത്. എന്നാൽ ഒരു ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യുക. ഒന്ന്, സാധാരണ പറയാറുണ്ട്, ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയും അതോടൊപ്പം സഭയുടെ വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ തിരുമേനിയുടെ പങ്ക് താൻ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ രണ്ടാമത് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, സഭയുടെ ഇന്നത്തെ അവസ്ഥ. അത് വളരെ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. CSI സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അഭിവന്യ സാമുൽ തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്തെന്നാൽ, ശരിയാണ്, സഭയിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ സഭ ദൈവം സ്ഥാപിച്ചതാണ്, കർത്താവ് സ്ഥാപിച്ചതാണ്. പാതാള ഗോപുരങ്ങൾ അതിനെ
ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങളുണ്ട്, അതിന് ശക്തിയുണ്ട്, അതൊക്കെയും ഇന്ന് നമുക്ക് സഭയിൽ കാണുവാൻ സാധിക്കും. എന്നാൽ തിരുമേനി വിശ്വസിച്ചിരുന്നു. അത് നമുക്കും ഇന്നൊരു വിശ്വാസത്തിൻ്റെ മാതൃകയാണ്. എന്താണ്? കർത്താവിൻ്റെ സഭ അതൊരിക്കലും തകർന്നു പോകുവാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു പ്രത്യാശയാണ് എനിക്കുള്ളത്. ശരിയാണ്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, നിരാശാജനകമായ സാഹചര്യമാണ്. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ജീവിക്കുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിനാൽ നാം ജീവിക്കപ്പെടും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മെമ്മോറിയൽ സർവീസിൽ നാം ദൈവം നമ്മെ നടത്തിയ നേതാക്കന്മാരെ ഓർക്കുന്നു. അവരിലൂടെ നൽകിയിട്ടുള്ള ദൈവവചനത്തിനായിട്ട്, അവർ കാണിച്ചു തന്ന നല്ല മാതൃകൾക്കായിട്ട്, വിശ്വാസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ സന്ദർഭത്തിൽ അഭിമന്യ തിരുമേനിയും കൊച്ചമ്മയും കാണിച്ചു തന്ന ആ വിശ്വാസത്തിൻ്റെ പാത പിന്തുടരുവാൻ നമുക്കെല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞാൻ സാമുവായിട്ട് അല്ലെങ്കിൽ മോനുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം അപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത്. മൂത്ത മകൻ സാം മാത്രമാണ് കേരളത്തിൽ ജനിച്ചത്. ബാക്കി 4 മക്കളും ഈ മിഷൻ ഫീൽഡിൽ ജനിച്ചവരാണ്. ദൈവം നീതിമാൻ്റെ മക്കളെ കരുതുന്നു എന്നുള്ളതിൻ്റെ എത്രയെത്ര നല്ലൊരു ഉദാഹരണമാണ്. അങ്ങനെ ദൈവം നീതീകരിച്ച സാമുവേൽ തിരുമേനി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായി ജീവിപ്പാൻ പരിശ്രമിച്ച സാമുവേൽ തിരുമേനി, അത് മുഖാന്തരം ദൈവം തൻ്റെ തലമുറയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അനുഗ്രഹിക്കും. അതിനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുമേനിയുമായിട്ട് അനേക സന്ദർഭങ്ങളിൽ അനേക വിധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാറിമറിഞ്ഞ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും എന്നെ കൂടുതൽ അനുഗ്രഹിക്കുകയും ചെയ്ത സന്ദർഭമാണ് ഡൽഹിയിലെ 8 വർഷത്തെ ജീവിതം. ആ ഒരു അവസരം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തിരുമേനി അങ്ങോട്ട് എൻ്റെ പേര് നോമിനേറ്റ് ചെയ്യുകയും അതിനുശേഷമാണ് തൻ്റെ എഴുത്തിലൂടെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ. അത് വ്യക്തമായിട്ട് എഴുതിയിരുന്നു, അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ നിശ്ചയമായിട്ടും പോകണം. അതുകൊണ്ട് അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ സന്ദർഭമായിട്ട് മാറി. അതോടൊപ്പം തന്നെ അഭിമന്യ ഫ്രാൻസിസ് തിരുമേനി പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ ഞാൻ തിരുമേനിയോട് ബാക്കി എല്ലാ കാര്യങ്ങളും തിരുമേനി പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്. 2 കാര്യത്തിൽ ഞാൻ അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഒന്നിൽ ഞാൻ അവസാനമായിട്ട് കീഴ്പ്പെടുകയാണ് ചെയ്തത്. അതൊന്ന് ഡയസൻ ട്രഷറാണെന്ന് പറഞ്ഞു. ഡൽഹിയിൽ ഇരുന്നപ്പോൾ തിരുമേനി വന്നപ്പോൾ പറഞ്ഞു ഡയസൻ ട്രഷറാണ്. ഞാൻ പറഞ്ഞു തിരുമേനി അതിനുള്ള കഴിവോ അതിനുള്ള സ്വഭാവമോ അല്ല എൻ്റെ എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ആക്കി 2 വർഷത്തിനുള്ളിൽ തിരുമേനിക്ക് മനസ്സിലായി അതിനുള്ള സ്വഭാവം ഇല്ലയെന്ന്. അതുകൊണ്ട് മാറ്റുകയും ചെയ്തു. സന്തോഷം. മറ്റൊന്ന് അഭിമന്യ തിരുമേനി പറഞ്ഞ പോലെ ഒരു ദിവസം എന്നെ വിളിപ്പിച്ച് ചാപ്പലിൽ ഞങ്ങൾ 2 പേരും ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരുമേനി പറഞ്ഞു, അടുത്ത കതീഡ്രലിലേക്കാണ് അച്ഛനെ ഞാൻ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു തിരുമേനിയോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് അങ്ങോട്ട് വെക്കരുത്. പിന്നെ ഞാൻ തിരുമേനി എന്ത് കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കും. അതുകൊണ്ട് വെച്ചാൽ ഞാൻ പോവുകയും ചെയ്യും. പക്ഷേ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, നിശ്ചയമായിട്ടും അങ്ങോട്ട് വെക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചു. തിരുമേനി അത് കേട്ടു. എല്ലാം വളരെ ഭംഗിയായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിലും തിരുമേനിയുടെ ജീവിതത്തിലും അത് മുഖാന്തരമാക്കി തീർത്തു. അദ്ദേഹത്തിലൂടെ കുടുംബത്തിലൂടെ ലഭിച്ച സ്നേഹത്തിനും സൽക്കാരത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാമായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരുടെ തലമുറയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമുള്ള അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.